ഹായ് നമസ്കാരം. ജിതിനുണ്ടല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഒരുപാട് വർഷക്കാലങ്ങളായിട്ട് നമ്മളെല്ലാം ഒരു പക്ഷേ ഡാറ്റ സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ പ്രവർത്തിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട ആളുകളായിരിക്കാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതുവരെ എന്തില്ലായിരുന്നു, ഒരു ഡാറ്റ സെല്ലിംഗ് കമ്പനി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടാൽ അതിനെതിരെ പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻസ് എടുക്കാനോ നമുക്ക് ഇന്ന് വരെ നമുക്ക് സാധിച്ചിട്ടുണ്ടായില്ല. പക്ഷേ ഇപ്പം അതെല്ലാം മാറി. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി വേറെ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്കൊരു ആകാംക്ഷയുണ്ടാകും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ കൺസ്യൂമേഴ്സിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന രണ്ട് ആക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് 2019 വന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റാണ്. രണ്ടാമത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഡയറക്റ്റ് സെല്ലിംഗ് 2021 എന്ന് പറയുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഗുണമാണ് ഏത് മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും. അപ്പോൾ നമുക്കറിയാം, ഇന്ന് സാധാരണഗതിയിൽ ഒരു ഫിനാൻസ് സെക്ടർ മേഖലയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലോ ഒക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടേക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാനൊക്കെ നിലവിൽ ഒരുപാട് കാലങ്ങളായിട്ട് അവർക്ക് സൗകര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ആ പരാതി പറയാനുള്ള ഒരു അവസരം നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെല്ലാം ഒരു അവസരം വന്നിരിക്കുകയാണ്. അവസരം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല. ഇപ്പം നമുക്കറിയാം, ഓൾറെഡി കേരളത്തിലൊക്കെ ഡയറക്ട് സെല്ലിങ്ങിനെ വളരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു അപ്ഡേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ അപ്ഡേഷൻ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ വളരെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു സാധനം നിങ്ങൾ നിങ്ങളുടെ പരിചയക്കാർക്കൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന നമ്മളെപ്പോലെയുള്ള ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകളെ പലരും കളിയാക്കാറുണ്ട്, അല്ലേ? കാരണം നീ ആ ഇൻഡസ്ട്രിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രി ചെയ്ത് കഴിഞ്ഞാൽ തട്ടിപ്പാണ് വെട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. കാരണം ഇന്ന് ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഇതിന് വേണ്ട രീതിയിലുള്ള സപ്പോർട്ടിങ് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്കൊരു പരാതി ഉണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ആ ഒരു വെബ്സൈറ്റിൽ തന്നെ ആ ഒരു കോളം തന്നെ പ്രത്യേകമായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതെല്ലാം മറ്റുള്ള ആളുകളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യണം. കാരണം ഇതൊരു പബ്ലിക് അവയർനെസ്സിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും കൂടുതൽ സമയം എടുക്കുന്നില്ല, ഞാൻ ആ ഒരു സ്ക്രീന് റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണിച്ചു തരാം. നമുക്ക് വെബ്സൈറ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്നത് കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ജസ്റ്റ് ഞാനൊന്ന് നിങ്ങളെ ഓടിച്ചൊന്ന് കാണിക്കുന്നു എന്ന് മാത്രം. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം, എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരു പരാതി കൊടുക്കണമെങ്കിൽ വാട്സപ്പ് വഴി പരാതി കൊടുക്കാം, ഓൺലൈൻ പോർട്ടൽ വഴി പരാതി കൊടുക്കാം, ഇനി അതല്ലെങ്കിൽ ആപ്പ് വഴി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് പരാതി കൊടുക്കാൻ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ഒരു ഗുണവും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ വെബ് പോർട്ടൽ, കോൾ സെൻറ്റർ, NCH ആപ്പ്, ഉമാങ് ആപ്പ്, SMS, അതുപോലെ വാട്സപ്പ്, ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു മേഖലയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഏതെങ്കിലും കമ്പനിയെക്കുറിച്ച് നമുക്ക് പരാതി ഉണ്ടെങ്കിൽ എന്ത് പരാതിയാണ് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ കൺസ്യൂമർ ലോഗിനാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ലോഗിൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ലോഗിൻ ചെയ്ത് വെച്ചതായതുകൊണ്ട് തന്നെ ഞാനിവിടെ ലോഗിൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു ലോഗിൻ വെച്ച സമയത്ത് നമ്മളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ എന്ത് ചെയ്യണം, ഒരു പരാതി കൊടുക്കണം, അല്ലേ? അപ്പോൾ ഒരു പരാതി കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പരാതി കൊടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ എന്താ പറയുക, ഈ ഒരു രജിസ്റ്റർ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ പോയി ഇവിടെ നമുക്ക് കാണാം, പരാതി ഫോമിൻ്റെ 3 ഓപ്ഷൻസ് ഉണ്ട്, അല്ലേ? കൺസ്യൂമർ, മിസ്ലീഡിങ്, അതുപോലെ ഫയൽ എ കംപ്ലയിൻറ്റ് ഇൻ കൺസ്യൂമർ കമ്മീഷൻ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. ഈ ഒരു ഇതെടുത്തു.
ഇതിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ട് ഏതൊക്കെ രീതിയാണ് അല്ലെ, റീഫണ്ട്, റീപ്ലേസ്മെൻറ്റ്, സർവീസസ്, കോമ്പൻസേഷൻ, ഫീഡ്ബാക്ക് ഫോർ കമ്പനി. അപ്പം ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ജസ്റ്റ് എന്താ പറയുക, ഫീഡ്ബാക്ക് ഫോർ കമ്പനി എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണ്. നമ്മൾ കമ്പനിയിൽ അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഞാൻ ഓൾറെഡി അറിയിച്ചിട്ടില്ല. അപ്പം ഞാൻ വെറുതെ അത് നോ അടിച്ചു പോകുന്നു. അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു റീസണൊക്കെ കൊടുക്കണം. ഓക്കെ, അപ്പം ഞാൻ ചുമ്മാ ഒരു റീസണൊക്കെ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്കറിയാം, തീർച്ചയായും നമ്മൾ ഒരു എന്താ പറയുക, പരാതി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടാണ് നമുക്ക് പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഓക്കെ, ഇത് ഞാൻ കൊടുത്തു. ഇവിടെ നമുക്ക് സ്റ്റേറ്റ് സെലക്ട് ചെയ്യേണ്ടത് ഞാൻ സെലക്ട് ചെയ്തു. നമ്മൾ പർച്ചേസ് സിറ്റി അല്ലേ, അപ്പോൾ ഞാൻ എൻ്റെ സിറ്റി തന്നെ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ഇൻഡസ്ട്രി നിങ്ങൾ ഇവിടെയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതുവരെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ എവിടെയും നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. കാരണം പല ആൾക്കാരും ഒരു പക്ഷേ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് ജസ്റ്റ് അത് സൂം ചെയ്യുന്നത്. ഇവിടെ സെക്ടർ ഓർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ ഇപ്പോൾ അതാ ഇവിടെ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ കണ്ടോ, ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. അപ്പോൾ ആ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത സമയത്ത് ഇവിടെ തൊട്ട് താഴെയായിട്ട് തന്നെ അടുത്ത ഒരു ഇത് കാണിച്ചു. എന്താണ്? സെലക്ട് കാറ്റഗറി അല്ലേ. അപ്പോൾ സെലക്ട് കാറ്റഗറി എന്ന് പറയുന്ന സമയത്ത് നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരുപാട് ആളുകൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലേ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒക്കെ ഉട്ടായ്പാണ്, തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മേഖലയെക്കുറിച്ചാണ് എന്ത് ചെയ്തത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് പരാതി പറയാനുള്ള ഒരു അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അല്ലേ. കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൻ്റെ ഇതിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ജസ്റ്റ് സെലക്ട് ചെയ്തു. അത് അടുത്തെന്ന് പറയുന്നത് കമ്പനി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കമ്പനി സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, സെലക്ട് കമ്പനി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ ഈ കമ്പനിയുടെ ലിസ്റ്റ് 2020-2021 സമയത്തെങ്ങാൻ ഓൾറെഡി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു പറയുന്ന വെബ്സൈറ്റ് കയറിയതാണ്. അപ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്, ഒരുപാട് കമ്പനികളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതുക്കിയ ലിസ്റ്റ് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ലിസ്റ്റിൽ നിങ്ങളുടെ കമ്പനി ഇല്ല എന്ന് കരുതുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇഫ് കമ്പനി നെയിം ഈസ് നോട്ട് ഇൻ ദ ലിസ്റ്റ് സെലക്ട് അതർ ആൻഡ് ഫിൽ നെയിം ഓഫ് ദ കമ്പനി ഇൻ ദ ടെക്സ്റ്റ് ബോക്സ് ദാറ്റ് വിൽ അപ്പിയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തീർച്ചയായും ഒരുപാട് കമ്പനികളുണ്ട്. അതിലിപ്പോൾ നമ്മുടെ കമ്പനി ഒന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് അതർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, കമ്പനി നെയിം ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ ഡയറക്റ്റ് സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് പരാതിയാണോ ഉള്ളതെന്ന് വെച്ചാൽ ആ പരാതി നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ നമുക്കെന്തില്ല, അത്തരത്തിൽ പരാതി കൊടുക്കാനുള്ളൊരു സാധ്യത പോലും നമ്മുടെ ഒന്നും മുന്നിലുണ്ടായിട്ടില്ല. കാരണം ഒരുപാട് ആൾക്കാർ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് പ്രത്യേകിച്ച് എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ പോയിട്ട് അവരൊക്കെ ഈ ഇൻഡസ്ട്രിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പോലും ഇത്രമാത്രം സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, കൺസ്യൂമേഴ്സിനെ അത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനി അങ്ങോട്ട് ഈ ഇൻഡസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഇത്രയും കാലം നിങ്ങളെല്ലാവരും ചിലപ്പോൾ ഒരുപാട് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളിൽ പ്രവർത്തിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച വ്യക്തികളായിരിക്കാം. ഇപ്പം ചിലപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ നിന്നൊക്കെ മാറി എന്താ പറയുക, ഒരു സമാധാനത്തോടെ ചിലപ്പോൾ ജീവിക്കുന്നവരായിരിക്കാം. ഒരുപാട് ആൾക്കാർ ഒരു പക്ഷേ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടാകും. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ, ഇത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും സുവർണ്ണ കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കരുത്. കാരണം ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഇൻഡസ്ട്രിയുടെ വലുപ്പം എന്താണ് എന്നുള്ളത്. കാരണം ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ
ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്. അപ്പോൾ അത്രമാത്രം ഗ്രോത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലുള്ള രാജ്യവും ഇന്ത്യ തന്നെയാണ്. നമുക്കറിയാം ഇവിടെ മൊബൈലൊക്കെ ഏറ്റവും അവസാനത്തേക്ക് വന്നതാണ്, പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോക്താക്കളുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. എന്ന് പറയുന്ന പോലെ ഡയറക്റ്റ് സെല്ലിംഗ് ഈ ഒരു അവസാന സമയത്തേക്കാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും ഇവിടെ വന്നിട്ട് ഒരുപാട് വർഷമായെങ്കിലും ഇപ്പോഴാണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് കിട്ടുന്നത്. അതൊരു വേറെ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളത് ചെയ്യാതിരിക്കരുത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മികച്ച ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ കൂടെ നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. എന്തായാലും ഇനി വരുന്ന എനിക്ക് തോന്നുന്നു ഒരൊറ്റ മാസം കൂടി ചിലപ്പോൾ കാത്തു നിന്നാൽ മതിയാവും. ഗവൺമെൻറ് ഓഫ് കേരള ആദ്യത്തെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്നാണ് ഞാനൊക്കെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ അതിൽ നിന്നൊക്കെ ഏറ്റവും മികച്ച ഒരു കമ്പനി നിങ്ങൾ ചൂസ് ചെയ്യുക. ആ ചൂസ് ചെയ്യുന്ന കമ്പനികൾക്കൊപ്പം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക. എന്തായാലും ഇതൊരു പബ്ലിക് അവയർനെസ്സിന് വേണ്ടി ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾക്ക് കൂടി ഇത് അയച്ചു കൊടുക്കുക. അവരെ കൂടി ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഇൻഡസ്ട്രിയുടെ വലുപ്പം മനസ്സിലാക്കിപ്പിക്കണം. കാരണം നാളെ അവരും ഈ പറയുന്ന ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരണം. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, എല്ലാവിധ ആശംസകളും നേരെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുഴപ്പമുള്ള കേസല്ല. കാരണം നമ്മളെ സംബന്ധിച്ച് ഇനിയും ഈ ഒരു ചാനലിൽ ഡയറക്റ്റ് സെല്ലിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. താങ്ക് യു.